ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഞമ്മക്കില്ലേ ഇന്ന് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടണ നല്ല അടിപൊളി മുളകച്ചാർ ഉണ്ടാക്കിയാലോ? എപ്പോഴും കല്യാണ വീട്ടിൽ പോയാൽ പിന്നെയും പിന്നെയും ചോദിച്ചു വാങ്ങുന്ന ഒരു സാധനമാണിത്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. നല്ല ഉണ്ട പച്ചമുളകും പുളിയും ശർക്കരയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും. പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് എന്നിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് നല്ലാണ്ട് വെട്ടി തിളപ്പിക്കുക. എന്നിട്ട് അതണ്ട് ഇറക്കി വെക്കുക. പിന്നെ ഒരു 4-5 ശർക്കര അച്ചെടുത്തുങ്ങാണ്ട് ഉരുക്കാൻ വെക്കുക. പിന്നെ അത് ഉരുക്കി അതും മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ചട്ടിയിൽ എണ്ണ പാർന്നിട്ട് അതിൽ പച്ചമുളക് ഇട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, അതിൻ്റെ നിറമൊക്കെ മാറി വരൂലേ, വെള്ള കളറായി വരുന്നത് വരെ വഴറ്റുക. എപ്പോഴും തീ കുറച്ച് വെക്കാൻ നിൽക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ അതേ വെളിച്ചെണ്ണയ്ക്ക് തന്നെ കടുകിടുക, കരിവേപ്പിൻ്റെ ഇല ഇടുക, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് അതണ്ട് വഴറ്റിയിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പച്ചമണണ്ട് വിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ അച്ചാർ പൊടിയാണ് ഞാൻ ഇടുന്നത്. കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. മുളകിൻ്റെ അച്ചാറെല്ലാം അത്യാവശ്യം എരിവുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ച പച്ചമുളക് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്നണ്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം പാരുക. എന്നിട്ട് അതിങ്ങനെ ഒന്നങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ച ശർക്കരപ്പാനി പാരുക. എന്നിട്ട് അതൊന്ന് നല്ലാണ്ട് വെട്ടി തിളക്കട്ടെ. ഈ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഉലുവയും കടുകും കൂടിയും പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ടുകൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടണ്ട് വറ്റിക്കാൻ വെച്ച് ഇങ്ങനെ വറ്റി വന്ന് ഇതായി ഒരു പരിവൊക്കെ ആവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിടുക. നന്നായിട്ടണ്ട് വറ്റണ്ട, പിന്നെ ചൂടാറുമ്പോൾ പറ്റ അപ്പം പോലെ ആവും. അപ്പോൾ ഇതാണ് നമ്മളെ അടിപൊളി മുളകച്ചാർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ചൂടാറിയപ്പോൾ അതിനേറെ കട്ടിയായില്ലേ. അപ്പോൾ മുളകച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. പിന്നെ നമ്മളെ ചാനലും കൂടി ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.